എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നെയ്യപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നമ്മൾ പച്ചരിയൊക്കെ അരച്ച് റെഡിയാക്കി എടുക്കുന്ന അതേ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കരയെല്ലാം ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഇതേപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നാളികേരം ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നാളികേരമൊക്കെ എടുക്കുമ്പോൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കറുത്ത എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ ഇതുകൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനിക്ക് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ഒരുപാട് ചൂടല്ല, ഒരു നേരിയ ചൂടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കൂടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ബാറ്റർ ഇപ്പം ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ലൂസാക്കിയിട്ടുള്ള ബാറ്റർ ആക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ ഈ ബാറ്റർ ദേ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് തിക്കുമല്ല എന്നൊരുപാട് ലൂസല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനെടുത്ത വെള്ളത്തിൽ കണ്ടോ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കേണ്ട വന്നിട്ടുള്ളൂ, ബാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഇതിലേക്ക് 1 നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്തുള്ള നാളികേരത്തിൻ്റെ എള്ളിൻ്റെ ആ മിക്സ് ഇല്ലേ, അത് ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ ഇതോടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുഴിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഓവർ ചൂടാവരുത് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ പുറമെ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ അകത്ത് നമുക്ക് വേവാതെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 തവിയോളം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തനിയെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇതുപോലെ ഇങ്ങനെ പൊളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് ഹൈ ഫ്ലെയിമോ ആവരുത്, ലോ ഫ്ലെയിമോ ആവരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോരിയെടുക്കാം. രണ്ട് സൈഡ് നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. രണ്ടാമത് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴും ഓയിലിന് ഒരു മീഡിയം ചൂടുണ്ടാവണം കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. നമ്മൾ പച്ചരിയൊക്കെ അരച്ച് റെഡിയാക്കി എടുക്കുന്ന നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ അത്രയും സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പുറമേ ഇങ്ങനെ ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.